ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിൻ ഡെസ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഓസ്ട്രേലിയയിലെ കാര്യങ്ങൾ ഓൾറെഡി കാണിച്ചായിരുന്നു. ഇന്ന് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഓഷൻ റോഡാണ്. ഗ്രേറ്റ് ഓഷൻ റോഡ് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് ഒരു ഡ്രൈവാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് എന്ന് പറയാൻ കാരണം, ഇത് ഗ്രേറ്റ് ഓഷൻ റോഡ് സ്ട്രെച്ച് ചെയ്യുന്നത് 243 കിലോമീറ്റേഴ്സാണ്. അത് നമ്മുടെ വിക്ടോറിയയുടെ താഴത്ത് വരുന്ന 243 കിലോമീറ്റേഴ്സിലാണ് ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഓഷൻ റോഡ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് അവിടെ ഗ്രേറ്റ് ഓഷൻ റോഡിൻ്റെ ഒരു ഗേറ്റ് വന്നൊരു സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു വഴിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും പോയി കാരണം ഓസ്ട്രേലിയയിലത്തെ ബീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ചസ് ആണ്. കാനഡയിൽ നമുക്ക് ഒണ്ടാരിയോയിലൊക്കെ ഉള്ളത് ലേക്ക് ഒണ്ടാരിയോ അതൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ബീച്ച് കാണണമെങ്കിൽ നോവ സ്കോഷ്യയിലോ വാൻകൂവറിലോ പോകണം, അറ്റ്ലാന്റിക്കും പസഫിക്കും കാണാൻ. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ടാസ്മാനിയൻ സീൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അടിപൊളിയാണ്. വൈറ്റ് സാൻഡ് ആയിട്ടുള്ള ബീച്ചസാണ്. ഇത്ര വലിയ ബീച്ചസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യാനായിട്ട് അവിടെ അധികം ആൾക്കാർ ഇല്ല. നമ്മൾ പോയത് ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു സർഫ് ചെയ്യുന്ന ആൾക്കാർ ഒന്നും നമ്മൾ കൂടുതലൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ കിടിലൻ ബീച്ചായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ആ ബീച്ച്. നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇത് വേൾഡ് വാറിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ സോൾജേഴ്സിൻ്റെ മെമ്മോറിയലായിട്ട് പണിത് വെച്ചേക്കുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 60,000 സോൾജേഴ്സ് മരിച്ചതിൻ്റെ അവരുടെ മെമ്മറി പോലെ ആയിട്ട് 3000 സോൾജേഴ്സ് പണിത, അതായത് വാറ് കഴിഞ്ഞ് വന്നിട്ട് സോൾജേഴ്സിന് അൺഎംപ്ലോയ്മെൻറ്റ് കാരണം തുടങ്ങി വെച്ച പ്രൊജക്റ്റാണ്. അങ്ങനെ അടുത്ത 13 കൊല്ലത്തിൽ 3000 സോൾജേഴ്സ് കൂടി പണിതതാണ് ഈ 243 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള ഈ പറഞ്ഞ ഗ്രേറ്റ് ഓഷൻ റോഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓഷൻ റോഡിൻ്റെ നമ്മുടെ സൈഡിൽ കൂടി നമുക്ക് പോകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യം, ഈ മൗണ്ടനൊക്കെ കട്ട് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വേണം. പക്ഷേ ഇതെല്ലാം അവരുടേതായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ഉള്ള നോർമൽ എക്യുപ്മെൻറ്റ്സ്, ഷവലും ഡൈനാമൈറ്റും പിക്സാക്സും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് ഓഷൻ റോഡ് ഉള്ള ഒരു ഈ 243 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള ഇതുണ്ടാക്കി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഇതാണ്. നമുക്കൊരു ബീച്ച് ആൻഡ് മൗണ്ടെയിൻ ഒരു ട്രിപ്പ്, ഒരു ജേർണി പോലെ നമുക്ക് നിങ്ങൾ ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റാണ്. നിങ്ങൾ ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്രേറ്റ് ഓഷൻ റോഡ് നിങ്ങൾക്ക് ഒരുപാട് ഹൈറ്റിലൂടെ നിങ്ങൾക്കുള്ള വ്യൂസ് കാണാം. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ അവിടെ അവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പിന്നെ അതുകൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റാണ് നമുക്ക് തോന്നുക. ഇതിൻ്റെ ഫസ്റ്റ് ഫണ്ട് ചെയ്തത്, തുടക്കത്തിൽ ഇതിൻ്റെ ചിലവ് വഹിച്ചത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ടോളുകളാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായത്. പിന്നെ 1936 അവർ ടോള് നിർത്തി. 1932 ഇവർ ഒഫീഷ്യലി ഇത് പബ്ലിക്കിൽ ഓപ്പൺ ആക്കി കൊടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ നമ്മൾ കണ്ടൊരു കിടിലനായിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക്. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി. അതിൻ്റെ സൺസെറ്റാണ് അതിൻ്റെ മെയിൻ ഇത്. അപ്പോൾ സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ സൺസെറ്റിൽ നമുക്ക് ഗ്രേറ്റ് ഓഷൻ റോഡിനേക്കാളും ഒരു പടി മുകളിൽ അടിപൊളിയായിരിക്കുന്ന അടുത്ത സ്ഥലത്തോട്ട് പോയതാണ്. അതാണ് നമ്മുടെ 12 അപ്പോസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 12 അപ്പോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്ക ക്രിസ്ത്യൻസിനെ അറിയാൻ പറ്റും. നമ്മുടെ ദൈവം ക്രിസ്ത്യൻസിൻ്റെ ജീസസ് ആൻഡ് 12 ശിഷ്യന്മാർ, 12 ശിഷ്യന്മാർ, അതാണ് ഈ 12 അപ്പോസിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മെയിൻലി പണിതിരിക്കുന്ന ലൈം സ്റ്റോൺസ് ഇങ്ങനെ തന്നെ സ്റ്റാക്കായി, അതായത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് അത് പല ഇറോഷൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പാർക്കിംഗ് ചെന്നപ്പോഴേക്കും നമ്മുടെ നയാഗ്ര ഫോൾസിലൊക്കെ ഉള്ള പോലെ ഹെലികോപ്റ്ററിൻ്റെ ഈ ഫ്ലൈൻ്റെ വ്യൂ ഒക്കെ കാണാനായിട്ട് അവർ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ എന്തായാലും കറക്റ്റ് സമയത്താണ് ചെന്നതെന്നുള്ളൊരു ഇതുണ്ടായി. സൺസെറ്റ് ഓൾമോസ്റ്റ് ആയി. ഇവിടെ ഗോൾഡൻ അവർ സൺസെറ്റ് എന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു ഭംഗിയുള്ള ഏരിയ എന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും കൂടുതൽ സമയം കളയാതെ നമ്മൾ പറ്റുന്നത്രയും സ്പീഡിൽ നമ്മൾ അങ്ങനെ നടന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നടക്കാനുണ്ട് ഈ 12 അപ്പോസിൽസിൻ്റെ നമ്മളെ എക്സാക്റ്റ് സൈറ്റിലോട്ട് എത്തണമെങ്കിൽ.
അപ്പോൾ 45 മീറ്റർ ഹൈറ്റുള്ള സ്വന്തമായിട്ട് ഇങ്ങനെ ഫോർമേഷൻ ചെയ്തേക്കുന്ന ലൈം സ്റ്റോൺസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ പലതും ഈ 12 ബാക്കി 8 മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി 4 ഓവർ ദ പീരീഡ് തന്നെ അത് ഇറോഡായി പോയി. അതിൻ്റെ മെയിൻ കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഓഷ്യൻ്റെ ആ ഒരു എഫക്റ്റ്, ഓഷ്യൻ്റെ ആ ഒരു പവർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വിൻഡും അതിൻ്റെ തിര അടിക്കുന്ന എഫക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എത്രത്തോളം തിര അടിക്കുന്നുണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നു ഓവർ ദ പീരീഡ് ബാക്കിയുള്ള ഈ റിമൈനിങ് 8 ആയിട്ടുള്ളതും പോവും. അത് ഇപ്പുറത്തെ സൈഡിൽ മാത്രമല്ല, നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ 1-2 ഇരിപ്പുണ്ട്. അങ്ങനെ ടോട്ടൽ 12 അപ്പോസ്റ്റലസ് എന്ന് പറഞ്ഞാൽ 12 ഇതേപോലെ കല്ല് വെച്ചേക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തായാലും ഒരു ഗോൾഡൻ അവർ സൺസെറ്റ് കാണാൻ ഞങ്ങൾ നോക്കി. പക്ഷേ ക്ലൗഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായി. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ഈസ് ആൻ ഇൻക്രെഡിബിൾ വ്യൂ ആണ്. നമുക്കവിടെ ലൈം സ്റ്റോൺസിൻ്റെ കാണുന്നതും ഈ ഇത്രയും നല്ലൊരു തിരയുടെ ഇത്രയും പവറിലൊക്കെ വന്ന് അടിക്കുന്നത് നമുക്കത് നേരിട്ട് കാണാൻ കിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓസ്ട്രേലിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് ഓഷ്യൻ റോഡും ഈ 12 അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ ഈ ഡെസ്റ്റിനേഷൻ. ഇവിടെ നമുക്ക് ഒരുപാട് ഡോൾഫിൻസും സീൽസും വീൽസൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറേ നേരം വാച്ച് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും ഇരുട്ട് മുമ്പിൽ ലാസ്റ്റായിട്ടൊരു ഡെസ്റ്റിനേഷൻ കൂടിയുണ്ട്. നമ്മൾ അതും കൂടി കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകാൻ നിന്നത്. ഇത് ലോക്ക് ഷിപ്പ് വ്രക്ക് എന്നാണ് പറയുന്നത്. അതായത് പണ്ട് 54 ആൾക്കാരുടെ ഷിപ്പ് ഇവിടെ വന്നിട്ട് ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പോയി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് സത്യത്തിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായത്. 12 അപ്പോസ്റ്റൽസിലെ ഉള്ള അതേ ഓഷ്യൻ തന്നെയാണ് ഇപ്പുറത്തുള്ളത്. പക്ഷേ ഇവിടെ കൂടുതൽ എഫക്റ്റിൽ ഈ പറഞ്ഞ പോലെ വേവ്സ് അടിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ അറ്റത്താണ് ആൾക്കാർ വരുന്നത്. എൻ്റെ ഇപ്പുറത്തോട്ട് ഒരിക്കലും ആൾക്കാർ വരാറില്ല. കാരണം അത്രയും ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് ഈ പറഞ്ഞ വേവ് വന്ന് ഈ ലൈം സ്റ്റോൺസും അടിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ പവർ നമുക്ക് ഫീൽ ചെയ്യും അടിക്കുന്നതിൻ്റെ. അതേ സമയത്ത് തന്നെ നമ്മുടെ മേത്തോട്ട് ആ ഓഷ്യൻസിൻ്റെ സ്പ്രേ നമുക്ക് മേത്തടിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ, നിങ്ങൾ പ്രത്യേകിച്ച് സൺസെറ്റൊക്കെ കാണാനായിട്ട് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അടിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ അത്ര ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് പേടി വരെയാവും. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ എന്തായാലും കണ്ടത്. അപ്പോൾ നല്ല ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഓഷ്യൻ റോഡും 12 അപ്പോസ്റ്റൽസും ഇതൊക്കെ നിങ്ങൾക്ക് ഒരേ സ്ട്രെച്ചിൽ കാണാൻ പറ്റുന്നതായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസാണ്. പിന്നെ എല്ലാ സൺസെറ്റൊക്കെ കഴിഞ്ഞു. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ കിടിലം വ്യൂ ആയിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെന്തായാലും കൂടുതലൊന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ എന്തായാലും എത്തി, അപ്പോൾ എന്നാൽ വൈകി വീട്ടിലോട്ട് തിരിക്കാമെന്നുള്ള രീതി തന്നെയാണ് ഇരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഡെസ്റ്റിനേഷൻസാണ് ഗ്രേറ്റ് ഓഷ്യൻ, 12 അപ്പോസ്റ്റൽസ് ആൻഡ് ദ റെക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.